വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ രൂപഭാവങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കിക്കണ്ടാലോ. ശ്രീകോവിൽ പല രൂപത്തിൽ തന്ത്രശാസ്ത്രപ്രകാരം നിർമ്മിക്കാം. അതിൻ്റെ ആകൃതിയിൽ വരുന്ന ചതുരത്തിലാവാം, വൃത്തത്തിലാവാം, ദീർഘചതുരത്തിലാവാം, ഷട്കോണിലാവാം, അഷ്ടകോണിലാവാം, ഗജപൃഷ്ഠ രീതിയിലാവാം എന്നു തുടങ്ങി ഒരുപാട് രീതിയിൽ, ഫാഷനിൽ, പല രൂപങ്ങളിൽ, അതാണ് ഉദ്ദേശിച്ചത്, ശ്രീകോവിൽ നിർമ്മിക്കുക. പുറത്തുനിന്ന് ഭഗവാനെ തൊഴുന്ന ഭക്തൻ ഉള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിനകത്ത് മറ്റൊരു വാതിൽ കൂടി കാണാവുന്നതും അതിൻ്റെ ഉള്ളിൽ ഒരു ഭിത്തിയും കൂടി കാണാവുന്നതുമായിരിക്കും. പല ഭക്തർക്കും ഇതെന്താണ് എന്നറിയില്ല. പുറം ഭാഗമാണ് അംഗങ്ങളോട് കൂടിയ ശ്രീകോവിലും ഉള്ളിൽ കാണുന്ന ആ ഒരു കെട്ടിനെ ഒരു പ്രധാന പേരിലാണ് അറിയപ്പെടുന്നത്. ഗർഭഗൃഹം എന്നാണ് അറിയപ്പെടുന്നത്. ഉള്ളിലെ ആ ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിലാണ് ഭഗവത് സാന്നിധ്യം പൂർണ്ണമായും വിരാജിക്കുന്നത്. ഭഗവാന്റെ എല്ലാ ഭാഗങ്ങളും, എല്ലാ അതിശയങ്ങളും, എല്ലാ പൂജകളും, എല്ലാ ക്രിയകളും, എല്ലാ കാര്യങ്ങളും ഈ ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. പുറമേ ഉള്ളത് ശ്രീകോവിലിൻ്റെ അംഗങ്ങൾ മാത്രമാണ്. ഇതിനെ രണ്ടിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയുക ശ്രീകോവിൽ എന്ന് പറയുക, അഥവാ ശ്രീലകം എന്ന് പറയുക. നമ്മൾ ശ്രീകോവിലിൻ്റെ സൈഡിലൂടെ നടന്ന് പോകുമ്പോൾ, വലം വെച്ചാനായിട്ട് പോയി കഴിയുമ്പോൾ 3 സൈഡിലും 3 ജനലുകൾ പോലെ കാണുന്ന ഭാഗങ്ങൾ കാണാം. അതിനെ സാങ്കേതികമായ പേര് അതിനെ ഗണദ്വാരം എന്നുള്ളതാണ്. ജനലയുടെ ഭാഗം പോലെ തോന്നുന്ന ഭാഗത്തിന് നമ്മൾ ഗണദ്വാരം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന ഭക്തജനങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കുക: ക്ഷേത്ര ഭിത്തികളിൽ തൊട്ട് ക്ഷേത്രം അശുദ്ധമാക്കരുത്, തൊട്ട് തൊഴരുത്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ തൊട്ട് തൊഴരുത്. നമഃ ശിവായ.